സർ, ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് ഒരു പസിൽ കൂടി സോൾവ് ചെയ്തിരിക്കുന്നു. ചായയേക്കാൾ നിങ്ങളുടെ തലച്ചോറിന് ലോജിക്കാ വേണ്ടതെന്ന് തോന്നുന്നു. ഷാർപ്പ് ബ്രെയിന് ബ്രെയിൻ എക്സസൈസ് ഡെയിലി ആവശ്യമാണ്. സൊസൈറ്റിയുടെ ഒരു പുതിയ കേസ് വരൂ നോക്കാം ഇത്തവണ എന്ത് ചലഞ്ചാണെന്ന്. ഡിയർ ഡിറ്റക്റ്റീവ് മെഹുൽ, നാഗ്പൂരിലെ ഏറ്റവും പ്രസിദ്ധമായ റെസ്റ്റോറന്റ് ദി സ്പൈസ് ടേബിളിൽ ഒരു വിചിത്രമായ സംഭവമുണ്ടായി. ഫേമസ് ഫുഡ് ക്രിട്ടിക് മിസ്റ്റർ ഹർഷവർദ്ധൻ ഹെഡ് ഷെഫിന്റെ സിഗ്നേച്ചർ ഡിഷ് കഴിച്ചതും വിഷമുള്ളതായി ആരോപിച്ച് ബോധരഹിതനായി. ഡോക്ടർമാർക്ക് ഒരു വിഷവും ലഭിച്ചില്ല. പക്ഷേ ക്രിട്ടിക്കിന് തന്റെ ടേസ്റ്റ് ചെയ്യുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ദി റെസ്റ്റോറന്റ് റെപ്യൂട്ടേഷൻ ഈസ് ഓൺ ദി ലൈൻ. ഈ ടേസ്റ്റ്ലെസ് മിസ്റ്ററിക്ക് പുറകിലുള്ള ലോജിക്ക് കണ്ടുപിടിക്കുക. വിഷമില്ലാത്ത വിഷം. സർ, ഇതെന്ത് കേസാണ്? ആക്ച്വലി പോയിസൺ അല്ലാത്ത പോയിസൺ. ഒരു ക്രിട്ടിക് അയാൾക്ക് ഇനി ഒരിക്കലും തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്യുവാൻ കഴിയില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ലോജിക്കൽ ആർമി കേസ് നമ്പർ 2, ദി കേസ് ഓഫ് ഫുഡ് ക്രിട്ടിക്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഈ കഥയിലെ ടേസ്റ്റ് എവിടെയാണ് പോയതെന്ന്. കഥ ആരംഭിച്ചത് കഴിഞ്ഞ ആഴ്ച. നാഗ്പൂരിലെ പ്രസിദ്ധമായ റെസ്റ്റോറന്റ് ദി സ്പൈസ് ടേബിൾ. ഭക്ഷണം ഒരു ആർട്ടും ഷെഫ് ഒരു ആർട്ടിസ്റ്റുമായിരുന്ന സ്ഥലമായിരുന്നു അത്. ആ രാത്രി ആ ആർട്ട് ജഡ്ജ് ചെയ്യുവാൻ വന്നതായിരുന്നു പട്ടണത്തിലെ ഏറ്റവും ഫിയേർഡ് ക്രിട്ടിക് മിസ്റ്റർ ഹർഷവർദ്ധൻ. അദ്ദേഹത്തിന്റെ ഒരു റിവ്യൂ കൊണ്ട് ഏതൊരു റെസ്റ്റോറന്റിനും ഫ്യൂച്ചർ സൃഷ്ടിക്കുവാനും അതേ നിമിഷത്തിൽ നശിപ്പിക്കുവാനും കഴിയുമായിരുന്നു. സർ, ഇതാണ് നമ്മുടെ പുതിയ സിഗ്നേച്ചർ ഡിഷ്, ദി സാഫ്രോൺ ഡ്രീം. ഇതിനെ പെർഫെക്റ്റ് ആക്കാൻ 6 മാസം വേണ്ടി വന്നു. ആ ഒരു വിഭവത്തിൽ ഷെഫ് വിക്രം തന്റെ മുഴുവൻ മനസ്സും അർപ്പിച്ചിരുന്നു. ഇതെന്താ, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? സർ, എന്തുപറ്റി? സ്പൈസസ് ശരിയായില്ലായിരുന്നു. സ്പൈസസോ? ഇതിലെവിടെയാ സ്പൈസസ്? ഒരു ടേസ്റ്റും ഇല്ല. ഇത് വെറും ചൂടുവെള്ളം പോലെയാ എനിക്ക് തോന്നുന്നത്. എന്റെ ടേസ്റ്റ്, എനിക്കൊരു ടേസ്റ്റും വരുന്നില്ല. മിസ്റ്റർ ഹർഷവർദ്ധനെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ സാധ്യമായ എല്ലാ പരിശോധനകളും നടത്തി. എന്നാൽ റിസൾട്ട് വിചിത്രമായിരുന്നു. വിഷമോ അലർജിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം മാത്രമായിരുന്നു അപ്രത്യക്ഷമായത്, അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ടേസ്റ്റ്. എന്താണ് സംഭവിച്ചത് എന്നതല്ല, എങ്ങനെ സംഭവിച്ചു എന്നതാണ് ചോദ്യം. സർ, ഇത്രയും ഫേമസ് ആയ ഒരു റെസ്റ്റോറന്റ് ഇന്ന് ശരിക്കും ഒരു ക്രൈം സീൻ പോലെ തോന്നുന്നു. എല്ലാ ക്രൈം സീനിലും ഒരു പസിലുണ്ട്. നമുക്ക് ആ പീസസ് കണ്ടെത്തണം. ഡിറ്റക്റ്റീവ് മെഹുൽ, താങ്ക് യു ഫോർ കമ്മിങ്. എന്റെ വർഷങ്ങളുടെ കഠിനാധ്വാനവും എന്റെ റെപ്യൂട്ടേഷനും എല്ലാം ഇന്ന് അപകടത്തിലാണ്. റിലാക്സ് മിസ്റ്റർ വിക്രം. ഞാനിവിടെ കുറ്റം ചുമത്താനല്ല, ലോജിക്ക് കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. ലോജിക്കൽ ആർമി, നോക്കൂ, ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറന്റിൽ എല്ലാം പെർഫെക്റ്റ് ആണ്, ഡിസിപ്ലിനുമായിരിക്കും. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എ ടൈനി ഡീറ്റെയിൽസ് ദാറ്റ് ഈസ് ഔട്ട് ഓഫ് പ്ലേസ്. എന്താ, നിങ്ങൾക്കത് സ്പോട്ട് ചെയ്യുവാൻ പറ്റുമോ? ആ ടേബിളിൽ എല്ലാ നാപ്കിനും ഒരു പെർഫെക്റ്റ് ലോട്ടസ് ഫോൾഡ് ആണ്. എന്നാൽ മിസ്റ്റർ ഹർഷവർദ്ധന്റെ ടേബിളിൽ വെച്ചിരുന്ന നാപ്കിൻ തിരക്കിൽ മടക്കി വെച്ചതാണ്. അതിനർത്ഥം ക്രിട്ടിക് വരുന്നതിന് തൊട്ടു മുൻപ് ആരോ ആ ടേബിളിൽ ഉണ്ടായിരുന്നു. അയാൾ എന്തോ ഒളിപ്പിക്കുകയോ മാറ്റാനോ ശ്രമിക്കുകയായിരുന്നു. ഇതിനെയാ പറയുന്നത് ഈഗിൾ ഐ എന്ന്. നിങ്ങൾ 3 പേരും എവിടെയായിരുന്നു ആ സമയം? ഷെഫ് വിക്രം, ജൂനിയർ ഷെഫ് സമീർ, പിന്നെ വെയിറ്റർ കരൺ. സർ, നമ്മൾ 3 പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വിഷമിക്കേണ്ട, സത്യം മസാല പോലെ അധികകാലം മറഞ്ഞിരിക്കില്ല. എനിക്ക് തോന്നുന്നത് ഈ കഥയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സ്പൈസ് അത് നിങ്ങളുടെ കിച്ചണിലാണെന്നാണ്. ലീവ് ദി വേ ഷെഫ്. കിച്ചൺ ഒരു ഷെഫിന്റെ കിങ്ഡമാണ്. ഇവിടെ എല്ലാ വസ്തുക്കളും എല്ലാ സ്പൈസസും ഒരു റൂൾ ഫോളോ ചെയ്യുന്നു. ഷെഫ് വിക്രം, ദി സാഫ്രോൺ ഡ്രീമിന്റെ മസാല ഇവിടെയാണോ വച്ചിരുന്നത്? അതെ സർ, കൃത്യമായി ഇവിടെ തന്നെ. ഞാൻ എന്റെ സിഗ്നേച്ചർ ഡിഷിന്റെ സ്പൈസസ് ഞാൻ തന്നെയാ പുറത്തെടുക്കാറ്. ലോജിക്കൽ ആർമി, ടൈം ഫോർ പസിൽ നമ്പർ 2. ഷെഫ് വിക്രം പറഞ്ഞത് അദ്ദേഹത്തിന്റെ റെസിപ്പിയിൽ 5 പ്രത്യേക മസാല യൂസ് ചെയ്യാറുണ്ടെന്നാണ്. പക്ഷേ ഇവിടെ കൗണ്ടറിൽ 6 ജാറുകളുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ ആണ്. ഈ മസാല മാട്രിക്സിൽ ഏത് ജാറാണ് അജ്ഞാതമായിട്ടുള്ളത്? ഈ സാഫ്രൻ, കാർഡമം, ടേമറിക് ഇവ എല്ലാത്തിനും ഒരു ഡിസ്റ്റിങ് കളറും ടെക്സ്ചറും ഉണ്ട്. എന്നാൽ ഈ വൈറ്റ് പൗഡർ ഈ ഫാമിലിയിലെ ഭാഗമാണെന്ന് തോന്നുന്നില്ല. ഷെഫ്, ഇതെന്താണ്? സർ, ഞാനിത് മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. ഇതെന്റെ മസാലകളിൽ എവിടെ നിന്നാ വന്നത്? അതായത് ഇതാരോ ഇവിടെ മനഃപൂർവ്വം കൊണ്ടുവച്ചതെന്നല്ലേ? എക്സാക്ട്ലി. കൾപ്രിറ്റ് വിഷം കലർത്തിയിരുന്നില്ല. അയാൾ യഥാർത്ഥ രുചിയാണ് അപ്രത്യക്ഷമാക്കിയത്. ഈ അജ്ഞാത പൊടിയാണ് ദി ടേസ്റ്റ്ലെസ് മിസ്റ്ററിയുടെ താക്കോലും. അപ്പോൾ ഈ അജ്ഞാത പൊടി ഇവിടെ ഉണ്ടാകുവാൻ പാടില്ലായിരുന്നുവെന്ന് നാം എല്ലാവരും സമ്മതിക്കുന്നു. നിങ്ങൾ 3 പേരിൽ ഒരാളാണ് അത് ഇവിടെ വച്ചത് എന്നതും വ്യക്തമാണ്.
ഇമ്പോസിബിൾ. ഞാൻ തന്നെയാണ് എന്റെ സിഗ്നേച്ചർ ഡിഷിനുള്ള മസാലകൾ പുറത്തിറക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ലോജിക്കൽ ആർമി, ഇവിടെ പസിൽ നമ്പർ 3 പേർ ഒരേ സ്ഥലത്തായിരിക്കുമ്പോൾ അവരുടെ കഥകൾ പലപ്പോഴും കൂട്ടുമുട്ടുന്നു. ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് കേട്ടിട്ട് കണ്ടെത്ത് ആരാണ് കള്ളം പറയുന്നത്. ഷെഫ്, നിങ്ങൾ പറയൂ. ഞാൻ ഫൈനൽ പ്ലേറ്റിംഗ് ചെയ്യുകയായിരുന്നു. മസാല എടുത്തതിന് ശേഷം ഞാൻ കൗണ്ടറിൽ നിന്നും അനങ്ങിയിട്ടില്ല. ഞാനല്ലാതെ മറ്റാരും അവിടെ വന്നതുമില്ല. സമീർ, ഇനി നിങ്ങൾ പറയൂ. ഞാൻ എന്റെ സ്റ്റേഷനിലായിരുന്നു. കൗണ്ടറിന് സമീപത്ത് നിന്ന് കരൺ ഡൈനിങ് റൂമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. കരൺ, എന്താ സമീർ പറയുന്നത് സത്യമാണോ? ഞാൻ ഡൈനിങ് റൂമിലായിരുന്നു സർ. വെള്ളം വീണതിനാൽ ക്രിട്ടിക്കിന്റെ മേശപ്പുറത്ത് നാപ്കിനുകൾ മാറ്റുകയായിരുന്നു. ഞാൻ സ്പൈസ് കൗണ്ടറിന്റെ അടുത്ത് പോയിട്ട് പോലുമില്ല. ഒരാൾ പറയുന്നു ആരും വന്നില്ല എന്ന്, മറ്റൊരാൾ പറയുന്നു കരൺ വന്നുവെന്ന്, കരൺ പറയുന്നു അവൻ വന്നില്ല എന്ന്. ഇതിലൊരു കഥ കള്ളമാണ്. ആ കഥ കരണിൻ്റെതാണ്. പക്ഷേ സർ, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്ര ഉറപ്പുള്ളത്? 2 തെളിവുകൾ ആലിയ. ആദ്യത്തേത് കരണിന്റെ ഒഴിവുകഴിവ് മേശപ്പുറത്ത് വെള്ളം വീണുവെന്നായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ മേശ പരിശോധിച്ചിരുന്നു. അത് ഹൈ പോളിഷ് ചെയ്ത തടിയാണ്. അത് പൂർണ്ണമായും ഉണങ്ങിയിരുന്നു. അവിടെ ഒരിക്കലും വെള്ളം വീണിട്ടുമില്ല. രണ്ടാമത്തെയും ഏറ്റവും വലിയതുമായ തെളിവ്, നീ നാപ്കിൻ ശരിയാക്കിയിരുന്നുവെങ്കിൽ ഞാൻ വരുമ്പോൾ അത് കേടായി കാണില്ലായിരുന്നു. അതിനർത്ഥം നീ ടേബിളിനടുത്ത് പോയിട്ടില്ല. നീ പറയുന്നത് കള്ളമാണ്. നീ വ്യാജ ഒഴിവുകഴിവാണ് പറഞ്ഞത്. അതിനർത്ഥം നിനക്ക് സ്പൈസ് കൗണ്ടറിനടുത്ത് പോകുവാനുള്ള അവസരമുണ്ടായിരുന്നു. ഇനി സത്യം പറയുക, എന്തിനാണ് അങ്ങനെ ചെയ്തത്? അല്ല ഞാൻ കള്ളമല്ല പറയുന്നത്. ചിലപ്പോ എനിക്ക് തെറ്റുപറ്റി കാണും. തെറ്റല്ല കരൺ, ലോജിക്. ഒരു അവസാന ടെസ്റ്റ് കൂടി നോക്കാം. ഈ അജ്ഞാത പൗഡർ ക്രിട്ടിക്കിനെ മാത്രമാണോ അതോ മറ്റാരെയെങ്കിലും ബാധിക്കുമോ എന്ന് എനിക്ക് കാണണം. നിങ്ങൾ 3 പേരും പ്രൊഫഷണൽസ് ആണ്. നിങ്ങളുടെ സെൻസ് ഓഫ് ടേസ്റ്റ് വളരെ ഷാർപ്പുമാണ്. നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിന്റെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോജിക്കൽ ആർമി, ഇതാണ് പസിൽ നമ്പർ 4. ഇതാണ് ഈ കേസിന്റെ ഫൈനൽ ലോക്ക്, ദി ഷുഗർ ടെസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സിമ്പിൾ ടെസ്റ്റ് കുറ്റവാളിയെ എങ്ങനെ തുറന്ന് കാട്ടുമെന്ന്. ഷെഫ്, ഇത് പഞ്ചസാരയാണ്, മധുരമുള്ളതാണ്. സമീർ, ഇനി നിങ്ങൾ പറയൂ. അതെ സർ, നോർമൽ ഷുഗറാണ്. കരൺ, ഇനി നിന്റെ ഊഴമാണ്. അതെ മധുരമുള്ളതാണ്. പിടിക്കപ്പെട്ടു. സർ, അവൻ ശരിയായ ഉത്തരമാണ് നൽകിയത്. ഉത്തരം ശരിയായിരുന്നു ആലിയ, എന്നാൽ റിയാക്ഷൻ തെറ്റായിരുന്നു. ഞാൻ ഈ പൗഡർ ടെസ്റ്റ് ചെയ്തിരുന്നു. ഇത് ജിനേമ സിൽവെസ്ട്രിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. ആയുർവേദ മെഡിസിനിൽ ഇത് ഒരു വ്യക്തിയുടെ ടേസ്റ്റ് ബഡ്സിനെ കുറച്ചു സമയത്തേക്ക് ഇല്ലാതാക്കുന്നു, പ്രത്യേകിച്ച് മധുരം. ഇത് ഉപയോഗിക്കുന്നവൻ തീർച്ചയായും ആദ്യം അത് സ്വയം പരീക്ഷിച്ചു നോക്കും. കാരണവും അത് തന്നെ ചെയ്തു. വിക്രമും സമീറും മധുരം ടെസ്റ്റ് ചെയ്തു. നീ ബുദ്ധി ഉപയോഗിച്ചാണ് ഇത് മധുരമുള്ളതാണെന്ന് പറഞ്ഞത്. എന്തെന്നാൽ നിന്റെ നാവിനൊന്നും ഫീൽ ചെയ്യാനായില്ല. അതുകൊണ്ട് തന്നെ നിന്റെ റിയാക്ഷൻ ശരിക്കും ബ്ലാങ്ക് ആയിരുന്നു. ഗെയിം ഓവർ കരൺ. ഇനി പറയൂ സത്യം എന്താണെന്ന്. അതെ ഞാൻ ചെയ്തിരുന്നു. ആ പൗഡർ ഞാനാ ചേർത്തത്. പക്ഷെ എന്തിനാണ് കരൺ? നീ 5 വർഷമായി ഇവിടെ ജോലി ചെയ്യുകയാണ്. ഞാൻ എപ്പോഴും നിന്നെ വിശ്വസിച്ചിരുന്നു. വിശ്വാസം? നിങ്ങൾക്ക് നിങ്ങളുടെ പേരിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഈ റെസ്റ്റോറന്റ് സമീറിന്റെ ടാലന്റിലാണ് നടക്കുന്നത്. എന്നാൽ ക്രെഡിറ്റ് എപ്പോഴും താങ്കളാ കൊണ്ടുപോകുന്നത്. ദി സാഫ്രോൺ ഡ്രീമിന്റെ ഐഡിയ ഇവന്റേതായിരുന്നു. എന്നാൽ മെനുവിൽ താങ്കളുടെ പേരാണുള്ളത്. കരൺ, നീ ഇതെന്താ പറയുന്നത്? ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. വിക്രം സാർ ഒറ്റയ്ക്കൊന്നുമല്ല എന്ന് ഈ ലോകം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ക്രിട്ടിക്കിനെ തോൽപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഡിഷിന്റെ യഥാർത്ഥ രുചി സമീറിന്റേതാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു മിനിറ്റ് കരൺ, ശരി, നീ ടേസ്റ്റ് മാത്രമാ കളഞ്ഞതെന്ന് സമ്മതിച്ചു. എന്നാൽ അദ്ദേഹം എങ്ങനെയാ ബോധം കെട്ടത്? ഹാംലെസ് പൗഡറിനാൽ ആരുടെയും ബോധം പോകില്ലല്ലോ. ബോധം പോയെന്നോ? അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. എന്റെ പ്ലാനിൽ അതില്ലായിരുന്നു, സത്യമായിട്ടും. ഇവൻ സത്യമാ പറയുന്നത്. ഇവൻ അയാളെ ബോധം കെടുത്തിയിട്ടില്ല. എന്നാൽ പിന്നെ ആരാ ചെയ്തത്? ഇവിടെ നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരാണ് ഉണ്ടായിരുന്നത്? ചോദ്യം ആര് എന്നതല്ല, ഏത് വസ്തുവാണെന്നതാണ്. കാരണം ഒരു തെറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ അനന്തരഫലം അയാൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിലും വലുതായിരുന്നു. ഈ കേസിന്റെ അവസാനത്തേതും എന്നാൽ ഇമ്പോർട്ടന്റുമായ ക്ലൂ ക്രിട്ടിക്കിന്റെ ബ്രെയിനിൽ ഒളിഞ്ഞിരിക്കുന്നു. സർ, നിങ്ങൾ കിച്ചണിൽ വെച്ച് പറഞ്ഞിരുന്നു ഈ കേസിന്റെ അവസാനത്തെ ക്ലൂ ക്രിട്ടിക്കിന്റെ ബുദ്ധിയിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന്. എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല. ലോജിക്കൽ ആർമി, ഇതാണ് ഈ കേസിന്റെ അവസാനത്തേതും ഏറ്റവും ആഴമുള്ളതുമായ പസിൽ. അതിന്റെ ഉത്തരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു ക്രിട്ടിക്കിന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? അയാളുടെ നാവ്, അയാളുടെ സെൻസ് ഓഫ് ടേസ്റ്റ്. ചിന്തിക്കൂ, ഒരു പെയിന്ററിന് അവന്റെ കണ്ണുകൾ വളരെ വിലപിടിപ്പുള്ളതാണ്. ഒരു സിംഗറിന് അവന്റെ ത്രോട്ട്, ഒരു ഫുഡ് ക്രിട്ടിക്കിന് അവന്റെ മുഴുവൻ ഐഡന്റിറ്റി, അവന്റെ മുഴുവൻ കരിയർ, അവന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവന്റെ വായയുടെ രുചിയാണ്. സ്വയം ശക്തി നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അവന്റെ ഏറ്റവും വലിയ ദൗർബല്യം. അപ്പോൾ മിസ്റ്റർ ഹർഷവർദ്ധൻ ഡിഷ് കഴിച്ചപ്പോൾ? എക്സാക്ട്ലി. ഒന്നും രുചിച്ചു നോക്കുവാൻ കഴിയാതെ വന്നപ്പോൾ
അയാൾ ഞെട്ടിപ്പോയി. തന്റെ വിലയേറിയ വസ്തു എന്നേക്കുമായി നഷ്ടപ്പെട്ടതായി അയാൾക്ക് തോന്നി. ഈ എക്സ്ട്രീം ഷോക്കും പേടിയും അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ ഒരു മാസീവ് പാനിക് അറ്റാക്ക് ട്രിഗർ ചെയ്തു. അതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ ബോധം കെട്ടത്? അയാളുടെ ബോധക്ഷയം ഒരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ആയിരുന്നു. വിഷം കെമിക്കലായിരുന്നില്ല, മെന്റലായിരുന്നു. Exactly. The case was not about a poison, but a very real fear. ലോജിക്കൽ ആർമി, സത്യം കണ്ടെത്തുന്നതിന് ലോജിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഒരാളെ മനസ്സിലാക്കുവാൻ അയാളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കേണ്ടതും ഒരുപോലെ പ്രധാനമാണ്. ഈ കേസിന്റെ ഏറ്റവും വലിയ വില്ലൻ ഒരു കെമിക്കലും അല്ല, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പേടിയാണ്. കാരണം അറിയാതെ ഒരു പേടി ട്രിഗർ ചെയ്തു. അതുകൊണ്ട് എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുൻപ് തീർച്ചയായും അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുക. കാരണം ചിലപ്പോൾ അനന്തരഫലങ്ങൾ ലോജിക്കിനേക്കാൾ വളരെ വലുതായിരിക്കും. പ്ലാസ്റ്റിക് മെഹുൽ സർ ഫാന്റാസ്റ്റിക്.